സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 4 വാക്യം 2. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യോനാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് നാം കേട്ടത്. യോനാ പ്രവാചകൻ ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദൈവം എങ്ങനെയുള്ളവനാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. കൃപ നിറഞ്ഞവൻ, കരുണ നിറഞ്ഞവൻ, ദീർഘക്ഷമ നിറഞ്ഞവൻ, മഹാദയയുള്ളവൻ, എല്ലാറ്റിനുപരിയായി അനർത്ഥങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്നാണ് യോനാ പ്രവാചകൻ ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞ് പ്രസ്താവിക്കുവാനിടയായത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ പരിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തെ വിട്ട് അവർ ദൈവത്തിനെതിരായി വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞപ്പോഴും മരുഭൂമിയിൽ വെച്ച് പിറുപിറുത്തപ്പോഴും അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോഴും ദൈവം അവരോട് ദീർഘക്ഷമയുള്ളവനായിരുന്നു. അവർ ദൈവം കൊടുത്ത കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചനുസരിക്കാതെ ദൈവത്തോട് അവർ അകന്നു ജീവിച്ചപ്പോഴും ദൈവത്തിൻ്റെ ദീർഘക്ഷമ നിമിത്തം അവരെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിക്കാതെ അവർക്കായി വാഗ്ദത്തം ചെയ്ത ആ പാലും തേനുമൊഴുകുന്ന ദേശമെന്നറിയപ്പെടുന്ന കനാൻ ദേശത്ത് അഥവാ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അവരുടെ സൽപ്രവർത്തികളോ അവരുടെ നീതിപ്രവർത്തികളോ അവരുടെ സ്വഭാവ ഗുണഗണങ്ങളോ അവർക്ക് ലഭിച്ച നന്മകൾക്ക് കാരണമായിരുന്നില്ല. പ്രത്യുത ദൈവത്തിൻ്റെ ദീർഘക്ഷമയായിരുന്നു. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ സഹിക്കുകയും അവരോട് ദീർഘക്ഷമയുള്ളവനായിരിക്കുകയും അവരുടെ പാപങ്ങൾക്കൊത്തുകൊണ്ട് അവരെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ ദീർഘക്ഷമ അവരിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് നാം കാണും. നോഹയുടെ കാലത്ത് ജനം വളരെയധികം മ്ലേച്ഛതകൾ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ ത്യജിച്ച് അവർ പാപത്തിൽ ജീവിച്ചു. അതിൻ്റെ ഫലമായി ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചെങ്കിലും വീണ്ടും അവരോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് ആ വ്യക്തിയിലൂടെ അഥവാ നോഹയിലൂടെ അനുതപിക്കുന്നവരെ രക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു വലിയ പെട്ടകം ഉണ്ടാക്കുന്നതിലൂടെ ആ പെട്ടകത്തിൽ അവർ കയറി രക്ഷ പ്രാപിക്കുവാനൊക്കെ വേണം ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. എന്നാൽ നോഹ നിർമ്മിച്ച ആ പെട്ടകത്തിൽ കയറുവാനോ നോഹ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാനോ അവർ തയ്യാറായില്ല. എങ്കിലും ദൈവം ദീർഘക്ഷമയോടെ അവരെ കാക്കുകയും കരുതുകയും ചെയ്തുവെന്ന് നാം കാണും.
അനുസരിക്കാത്തവരായ ഒരു വലിയ സമൂഹത്തെ പിന്നത്തേതിൽ നശിപ്പിച്ചുവെങ്കിലും നോഹയിലൂടെ പുതിയൊരു തലമുറ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ദീർഘക്ഷമയുള്ള ദൈവത്തെ തന്നെയാണ് നാം കാണുന്നത്. അതിനുദാഹരണമാണ് ഇളയ പുത്രനായ മുടിയനായ പുത്രൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന മനുഷ്യൻ്റെ പിതാവിൻ്റെ ദീർഘക്ഷമയും നാം കാണുന്നത്. എല്ലാം നശിപ്പിച്ച് വീട് വിട്ടു പോയെങ്കിലും ദീർഘക്ഷമയോടെ അവനെ കാത്തിരുന്ന ഒരു പിതാവ്. ആ പിതാവ് സ്വർഗീയ പിതാവാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. ആ ദീർഘക്ഷമയിൽ നമുക്ക് വളരെയധികം രക്ഷയും ആശ്വാസവുമുണ്ട്. അത് പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ, ആമേൻ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു,